നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും യൂസ് ആവും. അപ്പൊ എന്റെ പ്രീവിയസ് വീഡിയോന്റെ അണ്ടറിൽ വന്നൊരു കമന്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന്റെ അണ്ടറിൽ റിപ്ലൈ കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നി നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ആസ് എ വെബ് ഡെവലപ്പർ വാട്ട് ഷുഡ് ഐ ഡു ടു ബിക്കം എ സീനിയർ ഓർ ലീഡ് ലെവൽ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഡെവലപ്മെന്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ എൻ്റെ സീനിയേഴ്സിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അങ്ങനെയല്ലേ നമുക്ക് ഒരുമിച്ച് വളരാൻ പറ്റുക. ഒരു സീനിയർ ലെവലിലേക്ക് നമ്മൾ പോകുമ്പം ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതായത് സാധാരണ ഇപ്പോൾ ഒരു സാധാരണ നമ്മളൊരു പ്രോബ്ലം കിട്ടുന്ന പാടെ അതിനെ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അത് അപ്ലൈ ചെയ്യും. എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജോലി ഒന്ന് തീർത്ത് പോയാൽ മതി. അങ്ങനെയായിരിക്കൂലേ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വരിക. അതിന് പകരം നമ്മളൊരു എംപ്ലോയി എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്നതിന് പകരം ഒരു പ്രോഡക്റ്റ് ഓണർ ആയിട്ട് ചിന്തിച്ചു തുടങ്ങുക. അതായത് ഒരു പ്രോബ്ലം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ മോഡ്യൂൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കോഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ ആ ഒരു പ്രോബ്ലം സോൾവിങ് ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. അതായത് ആദ്യം ഈ മോഡ്യൂൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, അതിന്റെ ആക്ച്വൽ റിക്വയർമെന്റ് എന്താണ്, അതിന് വരുന്ന യൂസേഴ്സ് ഏത് ടൈപ്പ് യൂസേഴ്സ് ആണ്, അവരെങ്ങനെയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് നിങ്ങൾ ചോദിക്കുക. അതായത് ഒരു പ്രോബ്ലം കിട്ടിയ ഉടനെ നമ്മൾ നേരെ കോഡിങ്ങിലേക്ക് പോയി അതിന്റെ ടെക്നിക്കൽ വശം ചിന്തിക്കുന്നതിനു മുന്നേ ഈ പ്രോബ്ലത്തിന്റെ ആക്ച്വൽ റിക്വയർമെന്റ് നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിന്ന് ഒരു മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ആ ഒരു സിംഗിൾ സൊല്യൂഷനിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാതെ മൾട്ടിപ്പിൾ വേസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ ചൂസ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ ഫസ്റ്റ് ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റിലെ ആ പ്രോഡക്റ്റിൽ നമുക്കൊരു ഇഷ്യൂ കിട്ടുക, കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു 15 to 30 മിനിറ്റിന്റെ ഉള്ളിൽ ഈ ആക്ച്വൽ ഇഷ്യൂവിന് റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിന് ഒരു സൊല്യൂഷൻ, ഇപ്പൊ നിങ്ങളുടെ ടീം ലീഡിന്റെ മറ്റാരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഈ പ്രോബ്ലത്തിന്റെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളെ ഒരു സീനിയർ ഡെവലപ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അല്ലാതെ ഒരു പ്രോബ്ലം വന്നു, ഒരു 4-5 മണിക്കൂർ അതിന്റെ മേലെ സ്പെൻഡ് ചെയ്ത് അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് പിന്നെ സീനിയറിനോട് ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും അവരെങ്ങനെയായിരിക്കും ഈ പ്രോബ്ലം കിട്ടുന്ന സമയത്ത് അവര് അനലൈസ് ചെയ്യുന്നത്, അവര് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, അത് നിങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നിങ്ങൾ ഒന്ന് പ്രോഡക്റ്റിന്റെ ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ആലോചിച്ച് അതിൽ നിന്ന് ബെറ്റർ സൊല്യൂഷനിലേക്ക് എത്താൻ പാകത്തിന് നിങ്ങൾ ക്യാപ്പബിൾ ആകുക. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് നിങ്ങൾ സീനിയർ ഡെവലപ്പർ പറയുവാണ് API കോൾസ് ഫെയിൽ ആവുന്ന സമയത്ത് ഒരു എറർ ലോഗ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ലോഗ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഇപ്പോൾ ജാവയിലോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ എറർ ക്യാച്ച് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിൽ കൺസോൾ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എറർ ലോഗ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എടുത്ത് നമ്മൾ ഇപ്പോൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. നമ്മുടെ ജോബ് കഴിഞ്ഞു. അപ്പോൾ ഒരു ഡെവലപ്പർ എന്ന നിലയിൽ ഓക്കെ, നമ്മുടെ ജോബ് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഒന്നും കൂടെ ഈ ഒരു പ്രോബ്ലത്തിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് നോക്ക്. അതായത് ജസ്റ്റ് ഒരു കൺസോൾ ഡോട്ട് എറർ കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എറർ മോണിറ്ററിംഗ് സർവീസസ് ഇംപ്ലിമെന്റ് ചെയ്യണോ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻട്രിയോ ലോഗ് റോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. അതേപോലെ ഈ എറർ ഇൻഫർമേഷനിൽ നമ്മൾ എന്തൊക്കെ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യണം? യൂസർ ഐ ഡി ആണോ, റിക്വസ്റ്റ് കോണ്ടെക്സ്റ്റ് ആണോ, എൻവറോൺമെന്റ് ഇൻഫർമേഷൻസ് ആണോ, API എൻഡ് പോയിന്റ്സ്, സ്റ്റാറ്റസ് കോഡ്, കസ്റ്റം മിറർ മെസ്സേജസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കസ്റ്റമറിന് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണോ? ഇനി ഇൻ കേസ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ലോഗ് ബൈ മിസ്റ്റേക്ക് ലോഗ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അത് നമ്മൾ അനലൈസ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അതേപോലെ യൂസർ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റീട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീട്രൈ ബട്ടൺ ഇംപ്ലിമെന്റ് ചെയ്യണോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ച് അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിൽ വേണം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന പോലെ ക്യാച്ച് ബ്ലോക്കിൽ നിന്ന് നേരെ ലോഗ് ഫയലിലേക്ക് എറർ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ജൂനിയർ ഡെവലപ്പർ ആണ്. അപ്പം ഒരു ജൂനിയർ ഡെവലപ്പർ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇഷ്യൂ കിട്ടി, ഒരു ജനറൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്തു, ടാസ്ക് ഡൺ ആയി,
കംപ്ലീറ്റ് ആയി. സീനിയർ ഡെവലപ്പർ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ അവർ പഠിക്കും. അവർ പഠിച്ച് എല്ലാ ആസ്പെക്റ്റിൽ നിന്നും അവർ ചിന്തിച്ചിട്ടായിരിക്കും അവരൊരു സൊല്യൂഷൻ ഇതിന് മേലെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പറ്റിയും ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. അത് എല്ലാ ഏരിയയിലും നിങ്ങൾ നിങ്ങൾ തന്നെ എഫേർട്ട് ഇട്ട് നിങ്ങൾ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല്. അതായത് നമുക്ക് അത്യാവശ്യം കോർ കോൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. 1 or 2 ഇയേഴ്സ് കൊണ്ട് ഇത് ഒന്നും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. പക്ഷെ ജസ്റ്റ് ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾക്കൊരു ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. കാരണം സീനിയേഴ്സ് അഡ്രസ് ചെയ്യുന്നത് നമ്മളെ പോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കില്ല. അവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അവർ അഡ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന സീനിയേഴ്സിന് വരുന്ന മെയിൻ പ്രോബ്ലംസ് ആണ് ഈ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. ഇപ്പം നമ്മളോട് ഒരു 10 മിനിറ്റ് കൊണ്ട് സേവ് ആവുന്ന അല്ലെങ്കിൽ ലോഡ് ആവുന്ന ഒരു മോഡ്യൂളിനെ 5 മിനിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യാന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാറ്റാബേസ് കൊറീസിലാണെങ്കിലും അതുപോലെ നമ്മുടെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നിങ്ങൾക്ക് അത്രയും നോളജ് ഉണ്ടെങ്കിലേ ഇതിനെ നമുക്ക് 5 മിനിറ്റിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് ബെറ്റർ പെർഫോമൻസ് ഈ ഒരു മോഡ്യൂളിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഈ ആ ഒരു ലാംഗ്വേജിൽ ഇൻഡെപ്ത് നോളജ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് PHP എടുക്കാം. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് PHP 7.4 വിചാരിച്ചു. നിങ്ങളുടെ കമ്പനി ലേറ്റസ്റ്റ് 8.4 അപ്ഗ്രേഡ് ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നിങ്ങൾ ഓരോ വേർഷന്റെയും പുതിയ പുതിയ വേർഷന്റെയും നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന വേർഷൻ വിട്ട് പുതിയ പുതിയ വേർഷനിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, വരുന്ന എറേഴ്സ്, നമ്മുടെ കോഡ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള എറേഴ്സ്, അങ്ങനെ നമ്മൾ അഡ്വാൻസ് ആയിക്കൊണ്ടേ ഇരിക്കുക ആസ് എ ഡെവലപ്പർ. ഡെവലപ്മെന്റ് സൈഡിൽ മാത്രമല്ല, നിങ്ങൾ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിലാണെങ്കിലും ടെസ്റ്റിങ്ങിന്റെ കേസിൽ എല്ലായിടത്തും നമ്മൾ ഇംപ്രൂവ് ആവണം. അതുപോലെ നമ്മൾ എഴുതുന്ന കോഡിന്റെ ആ ഒരു ക്ലീൻ കോഡ് എത്രത്തോളം മെയിൻറ്റനബിൾ ആയിട്ടുള്ള ടെസ്റ്റബിൾ ആയിട്ടുള്ള കോഡാണ് നമ്മൾ എഴുതുന്നത്, നമ്മൾ ആ ജോയിൻ ചെയ്ത വർഷം എഴുതിയ അതേ പാറ്റേൺ തന്നെയാണോ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതോ നമ്മൾ ബെറ്റർ ആയിട്ടുണ്ടോ, ഒന്നും കൂടെ ആ പ്രോബ്ലത്തിനെ നീറ്റ് ആയിട്ട് നമ്പർ ഓഫ് ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആയിട്ട് എന്ന ടെക്നിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കോഡാണോ നമ്മൾ എഴുതുന്നത്, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ആർക്കിടെക്ചേഴ്സിനെ കുറിച്ചാണെങ്കിലും ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ചാണെങ്കിലും അല്ല ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണെങ്കിലും ക്വറീസിന്റെ ആസ്പെക്ട്സിലാണെങ്കിലും എല്ലായിടത്തും നിങ്ങൾ അഡ്വാൻസ്ഡ് ആകുക. ഇപ്പം നമ്മുടെ ക്ലീൻ കോഡ് കോൺസെപ്റ്റിൽ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോ റിയാക്ടിന്റെ ബേസിസിലാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്, ഇപ്പൊ കസ്റ്റം ഹുക്സ്, കോൺടാക്ട് ഡിസൈൻസ്, അതുപോലെ ഡിസൈൻ പാറ്റേൺസ്, ഇപ്പൊ കോമ്പോ ഡിസൈൻ പാറ്റേൺസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ഹയർ ഓർഡർ ഫംഗ്ഷൻസ്, റെൻഡറിംഗ് പ്രോപ്സ്, റീകൺസിലിയേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ നോട്ട് ജേസിലാണെങ്കിൽ മിഡിൽ വെയർ ചെയിനിങ്, എറർ ഹാൻഡ്ലിംഗ്, അസിൻക്രണസ് ഡാറ്റ, അസിൻക്രണസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന്. ഡാറ്റാബേസിന്റെ കേസിലാണെങ്കിൽ ORM ഒക്കെ ഇപ്പം കൂടുതലായിട്ട് വരുന്നുണ്ടല്ലോ. ORM അതുപോലെ നോർമൽ RoSQL, ഇൻഡെക്സിങ്, കൊറി ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ കൊറി ഒപ്റ്റിമൈസേഷന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ അഗൈൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ സെക്യൂരിറ്റി പ്രാക്ടീസസ്, നമ്മുടെ ഈ എക്സ്ക്യൂൽ എന്താ പറയുക, ഒരുപാട് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് വരാറുണ്ടല്ലോ. അത് SQL ഇഞ്ചക്ഷൻ അങ്ങനത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ അൽഗോരിതംസ് ഒക്കെ, അതും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജനറൽ ആയിട്ടൊരു ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ടെക്നിക്കൽ ഗ്രോത്ത് ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്നെ ബാക്കി ഏത് യൂട്യൂബറിനെയും എടുത്തിട്ട് യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് കാണുന്നതിനേക്കാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ബുക്ക് റീഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എത്ര യൂട്യൂബ് വീഡിയോസ് എങ്ങനെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, 15, 20, 30 മണിക്കൂറിന്റെ വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളും നിങ്ങൾക്ക് ഒന്നും കൂടെ ഇൻഡെപ്ത് നോളജ് തരുന്നത് എപ്പോഴും ഈ ബുക്സ് ആയിരിക്കും. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ബുക്സ് അവൈലബിൾ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ എലക്ഷൻ ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ബുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഇപ്പൊ ക്ലീൻ കോഡിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ക്ലീൻ കോഡ്. അതേപോലെ ഡിസൈനിങ് മറ്റേ ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ചാണ് ഡിസൈൻ ഡാറ്റ, ഇൻസെന്റീവ് ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമാറ്റിക് പ്രോഗ്രാമർ, ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ബുക്സ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അപ്പോൾ ബുക്ക് ഏതെങ്കിലും നിങ്ങളെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് ബുക്ക് റീഡ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും നിങ്ങളെ കൂടുതൽ ഇതുപോലെ ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യും, അതുകൊണ്ട്
അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എഗെയിൻ ട്യൂട്ടോറിയൽസിൽ വരിക. അവർ പറയുന്നത് എന്താന്ന് നോക്കുക. അവർ പറയുന്നതിനെ വെച്ച് എഗെയിൻ ഒന്നും കൂടെ റീഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രൈമറി ലേണിംഗ് റിസോഴ്സ് ഒന്നെങ്കിൽ ബുക്സ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ അതല്ല അവർ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. PSP അല്ലെങ്കിൽ റിയാക്ഷൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ലാംഗ്വേജിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനോ അതോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബുക്സോ എന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ എത്ര നമ്പർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടല്ല നമ്മളൊരു സീനിയർ ഡെവലപ്പർ ആണോ എന്ന് പറയുന്നത്. ചിലപ്പോൾ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും നോളജ് 5 വർഷമോ 3 വർഷമോ എക്സ്പീരിയൻസ് ഉള്ള നമുക്കുണ്ടാവും. എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കുന്നത്, എന്ത് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു സീനിയർ ഡെവലപ്പർ ആണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ആസ്പെക്ട്സിലും നമ്മൾ ടെക്നിക്കലി ആണെങ്കിലും അതുപോലെ പ്രോഡക്റ്റിന്റെ ബേസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ടീം ലീഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടീം ലീഡ് എങ്ങനെയാണ് നമ്മുടെ ടീമിനെ ലീഡ് ചെയ്യുന്നത്, അവരെടുക്കുന്ന എഫേർട്ട് എന്തൊക്കെയാണ്, അതുപോലെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ് കോഡ് റീഫാക്ടറിങ്. ഈ റീഫാക്ടറിങ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഫിയർ ഉള്ള കേസാണ്. അതായത് നമ്മുടെ സീനിയേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന നന്നായി വർക്ക് ചെയ്യുന്ന ഒരു മോഡ്യൂളിന്റെ മേലെ ഒപ്റ്റിമൈസേഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ നമുക്ക് പേടിയായിരിക്കും അല്ലെ. ആ പേടി മാറ്റി വെച്ച് നമ്മൾ ധൈര്യമായിട്ട് ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുക, അത് എടുക്കുക ആ പ്രോബ്ലം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് ഒരു പുതിയ സൊല്യൂഷൻ ഇതിന് മേലെ അപ്ലൈ ചെയ്ത് ഇതൊന്നും കൂടെ പെർഫോമൻസ് ഇംപ്രൂവ് ആവുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് ഒരു 10 മിനിറ്റ് എടുക്കുന്നതിനെ എൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സീനിയർ ഡെവലപ്പർ എഴുതിയ കോഡാണെങ്കിലും ഞാനത് 5 മിനിറ്റ് ആക്കി അല്ലെങ്കിൽ വേണ്ട 1 മിനിറ്റിലൊരു ഡിഫറൻസ് എങ്കിലും കൊണ്ടുവരുമ്പം നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുമോ, ഞാൻ ഇംപ്രൂവ് ആവുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ഫിയർ ഓഫ് റീഫാക്ടറിങ് അത് നിങ്ങൾക്ക് ഒഴിവാക്കി റീഫാക്ടർ ചെയ്യാൻ റെഡി ആവുക, കോഡ് ചേഞ്ചിന് നിങ്ങൾ റെഡി ആവുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയാം ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ട്ടോ. താങ്ക് യു.